ശിവേ, ആ സൗണ്ട് ആ മരത്തിനകത്തുനിന്നല്ലേ കേൾക്കുന്നേ? അതെ അതെ. പാത്തോ, 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 നിനക്കേ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നീ ഇതിനകത്താണോ ഉള്ളത്? പൈങ്കിളി, നമുക്ക് അതിനകത്തോട്ടൊന്ന് കേറിയിട്ട് നോക്കാം. അയ്യോ അയ്യോ, ശിവയും പോയല്ലോ. ഇനിയിപ്പോ ഞാൻ മാത്രം ഇവിടെ നിൽക്കുന്ന എന്തിനാ? ഞാനും ഒന്ന് പോയി നോക്കാം. അയ്യോ, അയ്യോ, എന്റെ നാട് ഓടിഞ്ഞു. അമ്മേ, അയ്യോ, എൻ്റെ അമ്മച്ചി. നിങ്ങളെന്തിനാ ഇതിനകത്തോട്ട് കയറിയേ? ഇനിയിപ്പോ ഏത് വഴിയാ നമ്മൾ പുറത്തിറങ്ങുക? ഇതില് വേറെ വഴിയൊന്നുമില്ലേ പുറത്തിറങ്ങാൻ? അവിടെ കണ്ടോ ആ ചെറിയൊരു പൊത്ത്? അതിനകത്തൂടെ കയറാമെന്നാ തോന്നുന്നത്. വേറെ ഒരു വഴിയുമില്ല ഇതിലൂടെ. ഞാനേ കുറേ സമയമായി ഇതിനകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നത്. അയ്യോ, എൻ്റെ ദൈവമേ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ വേറെന്ത് ചെയ്യാനാ? നമുക്കേ ഇതില് മുകളിലോട്ട് കയറി നോക്കാം. പക്ഷേങ്കിലേ അതിലൂടെ നമ്മൾ എങ്ങനെയാ കയറാ? അതിലൂടെ കയറാൻ എന്തെങ്കിലും വേണ്ടേ? ആദ്യം നിങ്ങൾ എന്നെ താഴേന്ന് മുകളിലോട്ട് ആക്കിക്കേ. ഞാൻ കയറിയിട്ട് നിങ്ങളെ കൈ പിടിച്ച് മുകളിലോട്ട് വലിക്കാം. ആ, ശരിയെന്നാ. അങ്ങനെ പതിയെ. ഞാനൊരു വിധത്തിൽ രക്ഷപ്പെട്ടു. ഇന്നല്ല നിങ്ങൾ കയറിയൊക്കെ. ഞങ്ങൾ ഇനി എങ്ങനെ കയറും? ഒരു ഐഡിയ ഉണ്ട്. ആ വടിയില്ലേ, ആ വടിയിൽ മെല്ലെ ചവിട്ടി കയറിക്കെ. ഞാൻ ഇവിടുന്ന് കൈ തരാം. ഓ, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പുറത്ത് നിൽക്കുന്നേ. ശിവൻ, നീ മെല്ലെ പാത്തുവിനെ കൈപിടിച്ച് കയറ്റിക്കോ. പാത്തു, ഇനി നീ മെല്ലെ കയറിക്കേ. അല്ലാ, എനിക്ക് പേടിയാന്ന്. പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ മുകളിലില്ലേ. നീ മെല്ലെ കയറ്. അല്ലാ, രക്ഷപ്പെട്ട്. ഇനി വാ, നമുക്ക് അങ്ങോട്ടേക്ക് ചാടാം. അമ്മച്ചി, നീ എന്നാ പൈങ്കിളി ഇങ്ങനെ വീഴ്ച നോക്കുന്നേ? അതല്ല ശിവേ, നമ്മളെ ഒരു ടൂർ വഴിയാണ് ഈ മരത്തിനകത്തോട്ട് കയറിയത്. എന്നിട്ടിപ്പോൾ നോക്കിയേ, ഒരു പൊത്തിലൂടെ പുറത്തേക്ക് വന്നു. എന്തൊരു അത്ഭുതമല്ലേ? ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെങ്ങനെയാ വീട്ടിലേക്ക് എത്താ? അല്ലാന്റെ റബ്ബേ, എന്നെ ഉമ്മച്ചി അവിടെ നോക്കുന്നുണ്ടാവും. വാ, നമുക്ക് ഇവിടെയൊക്കെ ചുറ്റടിച്ച് നോക്കാം. വീട്ടിലേക്ക് പോകാനുള്ള നല്ല വഴിയൊക്കെ കാണുമായിരിക്കും. എടി ശരി, ഇവിടെ നോക്കിയേ, എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേ? നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടോ? വാ, നമുക്ക് ഇവിടെ ഫുള്ളും ചുറ്റടിച്ച് നോക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നോക്കിയേ, നമ്മൾ നേരത്തെ കാട്ടിൽ കണ്ട പോലത്തെ സ്ഥലം. പക്ഷെ അതെല്ലാം തോന്നുന്നത് അവിടെ നമുക്ക് ഇതുപോലുള്ള ചെറിയ തോടൊന്നും കണ്ടില്ലായിരുന്നല്ലോ. വാ, എനിക്ക് നേരത്തെ ഭയങ്കരമായിട്ട് ദാഹിച്ചിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇവിടുന്ന് കുറച്ച് വെള്ളം കുടിച്ച് നോക്കാം നമുക്ക്. വേണ്ട ശിവ, ഇനിയിപ്പോ ഈ അരുവിയിൽ വല്ല പാമ്പോ മറ്റുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എടേ ശിവേ, പൈങ്കിളി, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ അവിടെ കണ്ട സ്ഥലത്തിന് ഒരു വേറെ കളറ്, ഇവിടെ കണ്ട സ്ഥലം നോക്കിയേ, ഇതൊരു വേറെ കളറ്. ആ, അതെ അതെ, ഞാനും ശ്രദ്ധിച്ചായിരുന്നു. ഇനിയിപ്പോ ഈ സ്ഥലത്തിന് വല്ല പ്രത്യേകത ഉണ്ടാവോ? അയ്യോ, ഇതെന്ത് ഇങ്ങനത്തെ സ്ഥലം? എനിക്ക് കാണുമ്പം തന്നെ പേടിയാവുന്നു. അതെ അതെ, ഇതെന്താ? നമ്മൾ ആദ്യം ഇറങ്ങുന്ന സമയത്ത് ഒരു മഞ്ഞ കളറിൽ നല്ല സൂര്യനൊക്കെ ഉള്ള വെളിച്ചം പോലെ ഉണ്ടായിരുന്നു. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല അരുവിയൊക്കെ ആയിട്ട് നല്ല കാട് പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എത്തിയപ്പോൾ രാത്രി പോലെ കാണുന്നു. അതെ, നമ്മളിനിയിപ്പോ എന്താ ചെയ്യാ? പക്ഷേങ്കിലേ ഈ സ്ഥലം കാണാൻ നല്ല രസമില്ലേ? ശിവേ, നീ ഫോൺ കൊണ്ടുവന്നില്ലേ? എൻ്റെ ഒരു ഫോട്ടോ എടുക്കോ ഇവിടെ നിന്നിട്ടുള്ള? ഇതാ അവിടെ നോക്കിയേ, നല്ലൊരു ലൈറ്റിംഗ് വെച്ചതുപോലെ ഉണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? നീ അവിടെ നില്ലേ, ഞാൻ ഫോട്ടോ എടുക്കാം. എന്ത് പറ്റി ശിവേ? ഞാൻ എത്ര സമയം പോസ് നിൽക്കുന്നത്? പെട്ടെന്നൊന്ന് ക്ലിക്ക് ആക്കിയേ. എടി അതല്ല, എന്റെ ഫോണിൽ വർക്ക് ആവുന്നില്ല, ഹാങ് ആയതുപോലെ ഉണ്ട്. നീ എന്തായി പറയുന്നേ? എൻ്റെ ഫോൺ നല്ല അടിപൊളി ഐഫോൺ അല്ലേ? പിന്നെ എങ്ങനെ എത്ര പെട്ടെന്ന് ഹാങ് ഒക്കെ ആവുന്നേ? അല്ലടി, നേരത്തെ ഏട്ടനോടൊക്കെ സംസാരിച്ചതല്ലേ, അപ്പോഴൊക്കെ ശരിയുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഹാങ് ആയതുപോലെ ഉണ്ട്. അയ്യോ, അതെന്താ അപ്പൊ? ഇനി നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ? അതിലൊന്നും എടുത്ത് നോക്കായിരുന്നു. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ഫോൺ കൊണ്ടുവന്നില്ല. ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ വെച്ചിട്ടാ വന്നേ. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, എനിക്ക് പേടിയാവുന്നേ. എനിക്കിപ്പോ വീട്ടിൽ പോണേ. നിങ്ങളെ ഒച്ച വെക്കണ്ട. എന്തോ സൗണ്ട് കേൾക്കുന്നത് പോലെയല്ലേ? എന്തോ കാലടി ശബ്ദം പോലെ ഉണ്ടല്ലേ?